ബൈബിൾ ഇൻസൈറ്റ് ക്വസ്റ്റൻ ആൻസർ സെഷന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹ വന്ദനം. തിരുവഴുത്തുകളെ സ്നേഹിക്കുന്ന ദൈവമക്കളുടെ മനസ്സിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ ഉത്തരം കണ്ടെത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ സെഷനിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 60-ൽ പരം എപ്പിസോഡുകളിൽ കർത്താവിന്റെ പ്രസിദ്ധനായ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ നിങ്ങളുടെ അനേകം സംശയങ്ങൾക്ക് തൃപ്തികരമായ മറുപടി തരുവാൻ സാധിച്ചു എന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഈ സെഷനിലും മാന്യ കത്രിദാസൻ നമ്മോടൊപ്പമുണ്ട്. നിങ്ങളുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മറുപടി പറയുവാനായി. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, ഈ സെഷനിലെ ആദ്യത്തെ ചോദ്യം നമ്മൾ കഴിഞ്ഞ സെഷനിൽ മറുപടി പറയാത്ത ആരംഭിച്ച ഒരു ചോദ്യമാണ്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: പ്രിയ സഹോദരന്മാരെ കേൾപ്പീൻ, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളും ആകേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ? ചോദ്യം ഇതാണ്: ഇവിടെ ദരിദ്രരായവരെ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടെ ദരിദ്രർ എന്നുള്ളതുകൊണ്ട് ദരിദ്രർ എന്ന് ഉദ്ദേശിക്കുന്നത്, അതിന് വേറെ അർത്ഥമില്ല. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട ധാരാളം കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യാക്കോബിന്റെ ലേഖനത്തിന്റെ മീഡിയ എന്നുള്ളതാണ്. സോഷ്യോ കൾച്ചറൽ, റിലിജിയസ്, പൊളിറ്റിക്കൽ, സം ടോട്ടൽ ഓഫ് ദ ബാക്ക്ഗ്രൗണ്ട്. അതാണ് മീഡിയ. യാക്കോബിന്റെ ലേഖനത്തിന്റെ ഒരു വലിയ പ്രോബ്ലം, അതിൽ മിലിയ പഠിക്കാതാണ് നമ്മൾ യാക്കോബിന്റെ ലേഖനം പഠിക്കുന്നത്. അപ്പം യാക്കോബ് ലേഖനം എഴുതുവാൻ കാരണമായ വസ്തുതകൾ, the factors that led James into writing this epistle, അതിനെ മറന്നിട്ട് നമ്മൾ ലേഖനം അങ്ങ് പഠിപ്പിക്കുക. അവിടെ വരുമ്പോൾ നമുക്ക് ഇതെല്ലാം എന്തുവാ യെസ്, അതിനകത്ത് കാര്യമായിട്ടൊന്നും നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല. നമുക്ക് ഇച്ചിരി നേരം യാക്കോബിന്റെ വിധിയിലേക്ക് പോകാം. ഒന്ന്, ഈ ബാബേൽ പ്രവാസം കഴിഞ്ഞ് തിരികെ വന്ന യഹൂദന്മാര്, അവരുടെ ഹാർഡ് വർക്കും ഉണ്ട്. അവരിൽ ഒത്തിരി പേരും റിച്ചായി. പക്ഷെങ്കിൽ owing to many reasons ഒരു വലിയ വിഭാഗം ആളുകൾ ദരിദ്രരുമായി. ദൈവത്തിന് ഇവരോടുള്ള ഒന്നാമത്തെ ഉടമ്പടി, നിന്റെ സഹോദരന്മാരുടെ ദരിദ്രൻ ഉണ്ടായിരിക്കരുത്, ഒരു കാരണവശാലും ദരിദ്രൻ ഉണ്ടായിരിക്കരുത്. ഒരുത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി, അവനാകെയുള്ള വസ്തു വേറൊരാൾക്ക് കൊണ്ട് പണയം വെച്ചിട്ടാണ് ഇച്ചിരി രൂപ എടുത്ത് പെണ്ണിനെ കെട്ടിക്കാൻ എന്തൊക്കെ വെച്ചു. അന്ന് പെണ്ണിനെ കെട്ടിക്കാൻ പൈസ കൊണ്ട് വേറെ കാര്യം. അപ്പം മറ്റവൻ്റെ അകപ്പെട്ട് പോയല്ലോ, അവന് ആദായം എടുക്കുക, ഇവനൊന്നുമില്ല. ഇവൻ കൂടുതൽ ദരിദ്രനാവും, കൂടുതൽ സമ്പന്നമാകുക. പക്ഷെ 7 years കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കണം. അത് യോവേൽ സംവത്സരമാണ്. അപ്പൊ നോക്കിക്കോണേ, ഈ യോവേൽ സംവത്സരം വരുമ്പോ ഇതെല്ലാം ഈക്വലൈസ് ചെയ്തു. എല്ലാ ദരിദ്രനും ധനിയും ഈക്വലായി തീർന്നു യോവേൽ സംവത്സരം വരുമ്പോ. ദാറ്റ് ഈസ് വൺ തിങ്. ദരിദ്രരുണ്ടായിരിക്കരുത്. പക്ഷെ ഒരുപാട് ദരിദ്രരുണ്ടായി. ദരിദ്രരുണ്ടാകാൻ കാരണം കുറച്ച് പേര് ഓവർ സ്മാർട്ട് ആകാൻ ശ്രമിച്ചതാണ്. ദരിദ്രരുണ്ടാകാൻ കാരണം അപ്പം ഇവര് ബേസിക്കലി കൃഷിക്കാരാണ്. ഇസ്രായേൽ മക്കള് കൃഷി ചെയ്ത് ജീവിക്കണമെന്ന് ദൈവം അവരോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവര് നോക്കിയപ്പോൾ ഇവര് പുറന്തോളം കണ്ടപ്പം ഇവിടെ ആൾക്കാർ കച്ചവടത്തിലാണ് കൂടുതൽ താല്പര്യം.
ഇവർ വലിയ കച്ചവടക്കാരായി, കൃഷിയിൽ താല്പര്യം കുറഞ്ഞിട്ട്. അപ്പോൾ ഇവരെ ഫലപുഷ്ടമുള്ളതാക്കി തീർത്ത മണ്ണിൽ, അങ്ങനെ പറയണം കേട്ടോ, കൃഷി ചെയ്യുന്നതിന് വേണ്ടി ഇവര് ഈ അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ കൂടെ ഇവിടെ വന്ന കുറേ ബ്ലാക്സ് ഉണ്ട്, കുറേനക്കാര്, എത്യോപ്യക്കാര്, കുറെ ബ്ലാക്സ് ഉണ്ട്. ഇതുങ്ങളെ എന്ത് ചെയ്തു? കൊണ്ട് പണിയെല്ലാം പണിയിപ്പിച്ചു. കൃഷിപ്പണിയല്ല. അതാണ് നമ്മൾ വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായി ശിമോനെ കാണുന്നത്. കാരണം ശിമോന് കൊച്ചുകുളപ്പങ്കാലത്ത് പോകണം കൃഷിക്കൊക്കെ വെള്ളം ഒഴിക്കാനായിട്ട്. അവനിവിടെ തുടങ്ങാനൊക്കത്തില്ല. അവനത് കഴിഞ്ഞ് വരികയാണ്. ഇനിയും ഇവരുടെ സ്ലേവ്സ് ഉണ്ടായി. സ്ലേവറി വാസ് ദി നോം ഓഫ് ദ ഡേയ്സ്. അക്കാലത്ത് നോമാണ്. നമുക്കിപ്പം പശുവിനെ വളർത്തുന്ന പാല് കുടിക്കാൻ പശുവിനെ നമ്മൾ കെട്ടിയിട്ടിരിക്കുക. നമ്മൾ തീറ്റി കൊടുത്തെങ്കിൽ നമ്മൾ 2 ദിവസം നമുക്ക് ഒരുപാട് തരാൻ പോകുന്നില്ല. ആരെങ്കിലും നമ്മളെ തല്ലുവോ, നീ എന്താണ് നിന്റെ പശുവിന് തീറ്റ കൊടുക്കാൻ ചെന്ന്? നമ്മുടെ പശുവാ അല്ലേ? ഇതുപോലെ നമ്മുടെ ജോലിയെ നമ്മൾ കുറെ സ്ലൈവ്സിനെ മേടിക്കും. അവർ നമ്മുടെ സ്ലൈവ്, അവർക്ക് ഒരു റൈറ്റും ഇല്ല. നമ്മളവർ എന്ത് ചെയ്താലും ആരും ചോദിക്കത്തില്ല നമ്മളോട്. ഈ സമയത്താണ് സമൂഹത്തിലെ ഏറ്റവും താഴെ കടയിൽ കിടക്കുന്ന ആളുകളെ വിളിച്ചുകൊണ്ട് നസറേനായ യേശു സുവിശേഷം വരെ ആരംഭിച്ചത്. അവ ഏറ്റവും ദരിദ്രരും ഒരു വകയില്ലാത്ത, അസ്ഥിക്ക് വകയില്ലാത്ത കുറേ എണ്ണം കർത്താവിനോട് കൂടി. ഇതുങ്ങൾ ഒത്തിരി പേര്. ഇവരാണ് ആദ്യത്തെ ശിഷ്യന്മാര്. അപ്പോസ്തലന്മാരിലും ഉണ്ട് ശിഷ്യന്മാര്. അപ്പോൾ കർത്താവിന് ശേഷം സഭയെ കൊണ്ട് വളരാൻ തുടങ്ങിയപ്പം ഈ പാവങ്ങളെ സംബന്ധിച്ചോളം അവർക്ക് സുവിശേഷം സ്വീകരിക്കാൻ എന്തെങ്കിലും ഒരു ബാരിയർ ഇല്ല. ഇപ്പോൾ ഒരു യഹൂദനെ സംബന്ധിച്ചോളം അവൻ വലിയൊരു പ്രമാണി പരീശനാണെങ്കിൽ സുവിശേഷം കൊള്ളാം 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 കൊള്ളാം, അവൻ സ്വീകരിക്കത്തില്ല, സ്നാനപ്പെടത്തില്ല, സഭയോട് ചേരത്തില്ല. കാരണം എന്താ? അവൻ്റെ ആ പ്രമാണിത്വം നഷ്ടപ്പെടും, പള്ളിയിലെ മുഖ്യസ്ഥാനം നഷ്ടപ്പെടും, അങ്ങാടിയിലുള്ള അവൻ്റെ വന്ദനം നഷ്ടപ്പെടും. അവൻ വരത്തില്ല, സത്യം അറിയാമെങ്കിലും. സാധുവിനോ അവന് സുവിശേഷം സ്വീകരിക്കുന്നതുകൊണ്ട് അവൻ എല്ലാം കിട്ടാനേ ഉള്ളൂ, നഷ്ടമാനൊന്നും ഇല്ലെന്നേ. പള്ളിക്കകത്ത് ഇതുങ്ങൾ ഇടിച്ചങ്കേറി കേരളെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ നോൺ ജ്യൂസും ജ്യൂസും എന്ന 2 വിഭാഗം ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ സഭയ്ക്ക് പീഡനം തുടങ്ങി, പെർസിക്യൂഷൻ തുടങ്ങിയപ്പം ഒരുപാട് സഹോദരിമാരും വിധവമാരായി തീർന്നു. ഭർത്താവിനെ പിടിച്ചുകൊണ്ട് തല്ലിക്കൊന്നു. പിന്നെ ഈ സഹോദരിക്ക് ആകെ അഭ്യസ്ഥാനം ഈ ചർച്ചാണ്, പള്ളിയാ. രാവിലെ ഇവിടെ വരും, പാട്ടും പ്രാർത്ഥനയും അവിടെ കണ്ട് തൂത്തും പിറക്കും തേച്ചും പിറക്കും പുള്ളിക്കാരി തീരുന്നുള്ളൂ. അപ്പൊ ഇവരെ, ഈ പൈസയുള്ളവരെ ഇച്ചിരി തരം താഴ്ച കാണത്തുള്ളൂ. അന്ന് എല്ലാവർക്കും ഒരുമിച്ചാണല്ലോ ഫുഡ്. ആരുടെ വീട്ടിൽ ഫുഡില്ല, എല്ലാം വിറ്റ് ഇവിടെ കൊണ്ടുവന്നല്ലോ. ഭക്ഷണം വിളമ്പുന്നേ ഇവക്ക് 2 പറഞ്ഞ ദോശ കൊടുക്കും, കീറിയ കരിഞ്ഞ ദോശ കൊടുക്കും. മറ്റവർക്ക് നല്ല 1-ാം തരം റൗണ്ടിലുള്ള ഉദ്ഗരൻ ദോശയും പ്ലേറ്റ് നിറച്ച് കറിയൊക്കെ കൊടുക്കും. ഇത് കഴിച്ചാൽ ചാറ് കൊടുക്കും. ഇത് ഇവരെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. പത്രോസ് ചെയ്തുകൊണ്ടപ്പോൾ ദേഷ്യം വന്നു. പത്രോസ്, വാട്ട് ഈസ് ഇറ്റ് നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങൾ ജാതികളിൽ നിന്ന് വന്നതായ നമ്മുടെ സഹോദരിമാരെ നിങ്ങൾ മാറ്റിവെക്കുകയാണോ? നിങ്ങൾ ഭക്ഷണം വിടുമ്പോൾ അവരോടെന്താ നിങ്ങളിങ്ങനെ വേർതിരിച്ച് കാണിക്കുന്നത്? ഒരു കാരണവശാലും പാടില്ലെന്ന് പറഞ്ഞു. പത്രോസ് എതിർത്തു. പത്രോസ് ശരിശരിയായി നിൽക്കുന്നില്ല.
പോവുക. ഉം. പക്ഷെ ഈ ദുഷ്പ്രവണത യെരുശലേമിൽ തുറന്നുകൊണ്ടിരുന്നു. തുറന്നുകൊണ്ടിരുന്നു. ജെറുസലേം ചർച്ചിന്റെ പ്രസിഡന്റാണ് യാക്കോബ്. യാക്കോബ് ലേഖനം എഴുതിയപ്പോൾ നിങ്ങളെന്താ കാണിക്കുന്നത്? ആ പാവം ഉണ്ടല്ലോ, അവർ വിശ്വാസത്തിൽ സമ്പന്നരാണ്. കാരണം നിങ്ങളുടെ വലിയ വലിയ പള്ളിയും പത്രാസും സമൂഹത്തിലെ വലിയ സ്ഥാനമാനങ്ങളോട് നിങ്ങൾ വിശ്വാസത്തിൽ വന്നില്ലല്ലോ. നിങ്ങളിപ്പോഴും ആർച്ചനിക്കല്ലേ. അവരെ ഒരു റിസർവേഷനും ഇല്ലാതെ പൂർണ്ണമായി കർത്താവിനെ സ്വീകരിച്ചില്ലയോ? അപ്പോൾ ആത്മീയമായ ദൈവം നിങ്ങളെക്കാൾ കൂടുതൽ അവരെ നിറച്ചില്ലയോ? അവരെ നിങ്ങൾ വേറൊരുത്യം കാണിച്ച് മാറ്റുമെന്ന് പറഞ്ഞാൽ ഗോഡ് ഹാസ് ചോസൺ യു ദം ഓവർ യു. നിങ്ങളെക്കാൾ അധികം ദൈവം അവരെ തിരഞ്ഞെടുത്തു, അവരെ ആത്മീയത്തിൽ സമ്പന്നരാക്കി. അവരെ നിങ്ങൾ ഭൗതിക കാര്യത്തിൽ അസമ്പന്നരാക്കരുത്. അവരെ നിങ്ങൾ ഡിസ്ക്രിമിനേഷൻ കാണിച്ച് മാറ്റി നിർത്തരുത്. ഇതാ യാക്കോബ് പറയാനുള്ള കാരണം. അപ്പൊ ലിറ്ററൽ മീനിങ് തന്നെയാണ് ഇത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കി 100% ലിറ്ററൽ മീനിങ്. ലിറ്ററൽ മീനിങ്. ഓക്കെ, താങ്ക് യു സർ. വെൽക്കം. അടുത്ത ചോദ്യം, എഫേസ്യ ലേഖനം 6-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രയെന്ന് എഴുതിയിരിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും എന്ന് കാണുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 19-ാം വാക്യത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു എന്ന് കാണുന്നു. ചോദ്യം ഇതാണ്, സാത്താനെ നാം എപ്പോഴാണ് എതിർത്ത് നിൽക്കേണ്ടത്? സാത്താൻ അപവാദം പറയുവാൻ ദൈവസന്നിധിയിൽ പോകുമല്ലോ. നമ്മുടെ നിരൂപണങ്ങൾ സാത്താന് മനസ്സിലാക്കുവാൻ സാധിക്കുമോ? ഇതൊരു ഇടംകിഴി ചോദ്യം ഉണ്ടല്ലോ എല്ലാം കൂടെ. അതെ, ഞാൻ എങ്ങനെയല്ല ഓർത്തിരിക്കുന്നു മറുപടി പറയാൻ. 3 റെഫറൻസ് ആണ്. ലാസ്റ്റിൽ നിന്ന് പുറകോട്ട് തുടങ്ങാമേ. ഓക്കെ. നമ്മളുടെ നിരൂപണമുള്ള തോട്ട്സ് സാത്താന് മനസ്സിലാകുമോ? സാത്താന്റെ പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡാണ്. നമ്മുടെ മനസ്സിൽ തെറ്റായ ചിന്തകൾ ഇട്ടുകൊണ്ട് മാത്രമേ സാത്താന് നമ്മൾ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. ആ സാത്താന് നമ്മുടെ ചിന്തകൾ അറിയാൻ വേണ്ടിയോ? എന്തോ ചോദ്യമാണ്. 10 കൊയ്ത്തുകാരെ വിളിച്ചു നെല്ല് കൊയ്യാനായിട്ട്. അവർക്ക് നെല്ലാന്ന് തിരിച്ചറിയാൻ വേണ്ടിയോ? സാത്താന്റെ പ്ലേ ഗ്രൗണ്ടാണ് ഹ്യൂമൻ മൈൻഡ്. അവിടെ നമ്മുടെ എല്ലാ ചിന്തകളും സാത്താൻ അറിയാം. എങ്ങനെയോ ഒരു പറച്ചില്, അത് ഗൾഫിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. എന്ന് പറയാൻ കാര്യം, ഞാനിവിടെ സഭാ ശുശ്രൂഷയുടെ കാര്യത്തിൽ ഗൾഫിൽ നിന്ന് കുറേ ആൾക്കാർ വന്നു. ഇവർ പറയുന്ന സുവിശേഷക്കാരെ ചിരിച്ച് നമ്മുടെ മണ്ണ് കപ്പും കേട്ടോ. ഈ അവിടെ നിന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പാസ്റ്റാകാൻ എളുപ്പം. ഞങ്ങൾ കൈയടിക്കണം. നമ്മൾ കൈയടിക്കുന്ന ലെവലിൽ നിന്ന് അടുത്തിരിക്കുന്ന ഒരു ചെപ്പിക്കല്ല് പൊട്ടണം, അങ്ങനത്തെ അടിയായിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം എന്ന് വല്ലതും പറഞ്ഞു പോയ അയ്യോ അവൻ്റെ കൊച്ചാണ് പിന്നെ അലറി വിളിച്ച് അങ്ങനത്തെ ഹല്ലേലൂയ വരണം. അങ്ങനെ പറയാമെങ്കിൽ നാട്ടിൽ നിന്ന് വരുന്ന പാസ്റ്റർമാർ ഇവനെ വിളിച്ച് ആ സഭയുടെ പാസ്റ്ററാക്കും. പിന്നെ ഈ ഉച്ചക്കത്ത് കൈയടിക്കാൻ കീറി വിളിക്കാനേ അറിയത്തുള്ളൂ. പിന്നെ പുള്ളിക്ക് തോന്നുന്നു അവിടുത്തെ ഉപദേശം. അങ്ങനെയുള്ള കുറെ കക്ഷികൾ പാസ്റ്റർമാരായിട്ട് ഇങ്ങ് UK വന്നു. എൻ്റെ കർത്താവ് അവരോട് സംസാരിക്കണം, ചിരിച്ചും മണ്ണ് കപ്പും. ഈ ഡോക്ടറിൻ്റെ കാര്യങ്ങൾ യാതൊരു ബോധമില്ല. എവിടുന്ന് ബോധം ഉണ്ടാകാൻ? ഇത് ബൈബിൾ സ്കൂളിൽ പോയിട്ടില്ല, പിന്നെ 10 അക്ഷരം ബൈബിൾ പഠിച്ചിട്ടുമില്ല. അത് പോട്ടെ. ഈ അവരിറക്കിയ ഒരു തിയറിയാണ്, നമ്മുടെ മനസ്സിൽ നമ്മൾ ഉള്ള കാര്യം സാത്താൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞെങ്കിലേ അറിയത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ നമ്മുടെ മോക്ക് കല്യാണം ആലോചിക്കുക, നമ്മൾ ആരോടും പറയരുത്. പറഞ്ഞ സാത്താൻ കയറ്റി മുടക്കും. പറയാതിരിക്കും സാത്താൻ അറിയത്തില്ല. സാത്താൻ മുടക്കായിരിക്കും നമ്മളെ തീർച്ചാൽ മതി. ബൈബിൾ ഡസന്റ് അഡ്വൈസ് യു ടു ബി എ പ്രാറ്റ്. ചപ്പച്ചപ്പച്ചപ്പച്ചാന്ന് വായാടി നടക്കണമെന്ന് ബൈബിൾ പറയുന്നിട്ടില്ല. പക്ഷെ ഇത് തെറ്റാണ്.
നമ്മുടെ എല്ലാ നിരൂപണങ്ങളും സാത്താൻ അറിയാം. ഉം. കാര്യം നമ്മുടെ മനസ്സ് സാത്താൻ്റെ പ്ലേ ഗ്രൗണ്ടാണ്. ഉം. അടുത്തത്, എപ്പോഴാണ് സാധാരണ എതിർത്ത് നിൽക്കേണ്ടത്? ഉം. എപ്പോഴാണ് എതിർത്ത് നിൽക്കേണ്ടാത്തത്? ഉം. നമ്മൾ സാത്താനോട് എതിർത്ത് നിൽക്കും കേട്ടോ. ഉം. ചില പാസ്റ്റർമാരാണെങ്കിൽ യേശുവിന് നാമത്തിന് സാത്താനെ കയറി പിടിച്ചോളൂ. ഉം. ഇമ്മൻ ചെമ്പിക്കുറ്റിക്ക് നല്ല ഹീറും കൊടുക്കും. ഉം. പ്രോബ്ലം എന്തെന്നറിയാമോ? ഉം. അതിൻ്റെ മുമ്പ് ഒരു സെന്റൻസ് ഇട്ടിട്ടുണ്ട്, ഉം. ദൈവത്തിന് കീഴടങ്ങുവീൻ, യു എന്നാൽ സബ്മിറ്റ് യുവർ സെൽഫ് ടു ഗോഡ്, ദെൻ റെസിസ്റ്റ് ദ ഡെവിൾ എന്ന. ഉം. നമ്മളെ കൊണ്ട് പറ്റാത്ത ഒരേ കാര്യം ദൈവത്തിന് കീഴടങ്ങുന്നുള്ളതാണ്. കീഴടക്കി. ഉം. ദൈവവചനത്തിന് കീഴടങ്ങാൻ നമുക്ക് ഭയങ്കര പാടാണ്. എഴുതി വച്ചിരിക്കുന്നത് ദൈവകൽപ്പനയാണ്, അനുസരിക്കണമെന്ന് പറഞ്ഞാൽ ഉം. 25,000 റീസൺസ് കൊണ്ടുവരും അത് അനുസരിക്കാതിരിക്കാൻ. ഇരിക്കുക. ഉം. പിടികിട്ടിയോ? അതെ. ദൈവകൽപ്പന ഓരോന്നെടുത്തോ, ഉം. അത് അനുസരിക്കാതിരിക്കാൻ റീസൺ. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് നീതിക്കായി ഏറ്റുപറയുകയും ചെയ്യും. ഉം. ഈ അപ്പോസ്തോലിക് ചേർച്ചസിൽ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് ഞാൻ യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുന്നു ഉം. എന്ന് പറയണമെന്ന് പറയത്തില്ല. ഉം. കാരണം ഇത്ര നാൾ നീന്ത് കൊടുക്കുമായിരുന്നു. ഉം. ഇത്ര നാൾ യേശുവിൻ്റെ രക്ഷിതാവല്ലായിരുന്നോ? ഉം. ഇല്ലായിരുന്നോ? എടാ, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വേണം നീ എന്തിനാ പറയുന്നത്? അത് മറ്റു പാരമ്പര്യത്തിൽ വരുന്നവര് അവരുടെ സ്റ്റാർട്ടിങ് പോയിന്റ് ആയിട്ട് പറയുന്നതാണ്. ഉം. അപ്പോൾ ഈ കുഞ്ഞ് എഴുന്നേറ്റ് നിന്ന് കൺഫസ് ചെയ്യാതിരിക്കാൻ റീസൺ കണ്ടുപിടിച്ചോ? ഉം. ഉം. കണ്ടുപിടിച്ചു. വായി കൊണ്ടേറ്റ് പറയാം. ഉം. ഈ കുഞ്ഞ് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിൽ സ്നാനം ഏൽക്കണം. ഉം. എടാ, അത് പുറജാതിയിൽ നിന്ന് വരുന്നവരാണ്. നീയോ പാരമ്പര്യ ക്രിസ്ത്യാനി, നിനക്ക് അതിൻ്റെ ആവശ്യമില്ല. ഉം. കേട്ടല്ലോ? വേറെ റീസൺ കണ്ടുപിടിച്ചു. ഇങ്ങനെ ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഉം. ചെയ്യാതിരിക്കാൻ റീസൺ കണ്ടുപിടിക്കുക. ഉം. കൊടുത്ത പോയിന്റ്. ഉം. ചെയ്യാതിരിക്കുന്നതിന് റീസൺ. മാമ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചേ. ക്വസ്റ്റ്യൻ ഞാൻ മാറിപ്പോയി. സാത്താനെ നാം എപ്പോഴാണ് എതിർത്ത് നിൽക്കേണ്ടത്? മതി 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 മതി. സാത്താൻ അപവാദം പറയുവാൻ ദൈവസന്നിധിയിൽ മതി. പോകുവാൻ. അപ്പോ സാത്താൻ എതിർത്ത് നിൽക്കണ്ടേ? ഇത് ബൈബിൾ വായിച്ചാൽ നീ ദൈവത്തിന് കീഴടങ്ങിയിട്ടില്ല. ഉം. ആ നീ സാത്താനോട് എതിർത്ത് നിൽക്കാൻ പറ്റുമോ? ഉം. സാത്താൻ പറയും, ദൈവത്തോട് പറയും, അവൻ ആദ്യം ദൈവത്തിന് കീഴടങ്ങട്ടെ, പിന്നെ അവൻ എന്നെ ശാസിക്കാൻ വരട്ടെ. എതിർക്കട്ടെ. ദൈവത്തിന് കീഴടങ്ങാത്തത് കൊണ്ട് ഒരുപാട് പേർക്കും സാത്താനെ കൈകാര്യം ചെയ്യാൻ പേടിയാണ്. അവൻ നല്ല കീറ് കൊടുക്കും. അതെ. മനസാക്ഷിയില്ലാത്ത മര്യാദയില്ലാത്ത കാച്ചുകൾ. ഉം. അടുത്തത്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഉം. ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും ഒരു ദോഷവും വരുത്തത്തില്ല. കർത്താവ് നിന്റെ ശിഷ്യന്മാരുടെ 70 പേരെ വിളിച്ചു, ഉം. ഈരണ്ടായിട്ട് തിരഞ്ഞെടുത്തു. ഉം. രാജ്യത്തിന് സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞു. ഉം. ഇവര് ചെല്ലുന്നിടത്തുണ്ടല്ലോ, ഇവരെ കാണുമ്പോഴത്തേക്ക് ഭൂതബാധ ഉള്ളവരിൽ ഭൂതങ്ങൾ അലറി ഓടുക. ഉം. മുമ്പ് ഇവരലറി ഓടുമായിരുന്നു. ഉം. ഭൂതങ്ങൾ അലറി ഓടുക. ഇപ്പൊ ഭൂതങ്ങൾ അലറി ഓടുക. നിങ്ങൾ വരണ്ടടാ, എന്തോ സംഭവിക്കുന്നത്? ഉം. കർത്താവിനോട്, കർത്താവേ എന്തോ സംഭവിക്കുന്നത്? നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ കൂടി ഞങ്ങൾ കീഴ്പ്പെട്ടെന്ന് പറഞ്ഞു. ഉം. കർത്താവ് ചിരിച്ചു, അതിനകത്തൊന്നുമില്ല, ഉം. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയെന്നല്ലോ, അതിലാണ് സന്തോഷിക്കേണ്ടത്. ഉം. ഇവനൊരു കാര്യം ഞാൻ പറയാം. ഞാൻ നിങ്ങളെ ഇന്ന പട്ടണങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കണം എന്ന് പറഞ്ഞ് വിട്ടപ്പോൾ ഉം. നിങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പേ നിങ്ങളുടെ വഴി തടയുന്നതിന് വേണ്ടി സാത്താൻ ലൈറ്റ്നിങ് സ്പീഡിലാണ് താഴ്ത്തിറങ്ങി വന്നത്. ഉം. എവിടെ? സ്വർഗത്തിൽ ദൈവത്തോട് വാദിച്ചുകൊണ്ടിരിക്കുന്ന ആ പുള്ളി ഉം. അവന്റെ സൈന്യങ്ങളുമായിട്ട് ലൈറ്റ്നിങ് സ്പീഡ്. അപ്പൊ സാത്താന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന്റെ വേഗതയാണ്. സ്പീഡ് ഓഫ് ലൈറ്റ്. സ്പീഡ് ഓഫ് ലൈറ്റ് പുള്ളിയുടെ വേഗത. ആ വേഗത്തിൽ ഇറങ്ങി വന്നു. എന്തിന്? നിങ്ങളുടെ വഴി മുഴുവൻ ബ്ലോക്ക് ചെയ്യാൻ. പക്ഷെ ഞാനോ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും. അത്
ഫിഗറേറ്റീവ് ലാംഗ്വേജാണ്. സാത്താൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള ഫിഗറേറ്റീവ് ലാംഗ്വേജാണ്. ചവിട്ടാൻ നിങ്ങൾക്ക് അധികാരം തന്നിട്ടുണ്ട്. ഒന്നും ഒരു ദോഷം വരുന്നില്ല. ഒരു ദോഷം വരുന്നില്ല. കാര്യം ചവിട്ടാൻ ഞാൻ അധികാരം തന്നില്ലേ. അത് ആ കോണ്ടെക്സ്റ്റാണ്. ഇനി നമുക്ക് നമ്മുടെ ജനറൽ കോണ്ടെക്സ്റ്റിലേക്ക് വരാൻ പോവാം. ഏത് ജനറൽ കോണ്ടെക്സ്റ്റിൽ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാരത്തിൽ ലോകാധിപതികളോട്, സ്വർലോകങ്ങളിലെ 4 കാറ്റഗറിയാണ് ഡിമോണിക് ഫോഴ്സസ്. 4 കാറ്റഗറിയാണ്. ഇവരോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. പക്ഷെ നമ്മുടെ പലപ്പോഴും പ്രോബ്ലം നമുക്ക് ഇവരെ അറിയത്തില്ല. അറിയാതെ പിന്നെ കുഴപ്പം എന്നറിയാം. നമ്മളിവന് അശുദ്ധാത്മാവെന്നുണ്ട് ഇവനെ കയറി ശാസിക്കാനും ഫലിക്കാനൊക്കെ പോകും. നമുക്ക് ശാസിക്കാനും ഫലിക്കാനും അധികാരമുള്ള കക്ഷികളല്ല ഇവര്. അതിന് പരിശുദ്ധാത്മാവ് അധികാരം കൊടുത്തിട്ടുള്ള ചില ശുശ്രൂഷന്മാർക്ക് മാത്രമേ അവനെ അഴിക്കാൻ പറ്റത്തുള്ളൂ, അവൻ്റെ ബന്ധനങ്ങളെ അഴിക്കാൻ പറ്റത്തുള്ളൂ. സാധാരണക്കാരനോട് ചെന്നിട്ട് ഈ പരിപാടി കാണിക്കാൻ പോയാൽ അവൻ്റെ കുടുംബം കുട്ടിച്ചോറാകും. ഞാൻ കൈകൂപ്പി എത്രയോ ശുശ്രൂഷകൾ പറഞ്ഞിട്ടുണ്ട്. XYZ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ബൗണ്ടറി ക്രോസ് ചെയ്ത് ഡീമോണിക് സാത്താൻ്റെ ബൗണ്ടറിക്കകത്ത് കയറുക. അവൻ്റെ ബൗണ്ടറിക്കകത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അനുവാദം തന്നിട്ടില്ല. അവൻ്റെ ബൗണ്ടറിക്കകത്ത് നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ആദ്യം പിതാവായ ദൈവത്തോട് നിങ്ങൾ പെർമിഷൻ മേടിക്കണം. 2 പിതാവ് തരുന്ന അധികാരത്തിൽ നീ അവിടെ അവൻ്റെ ബൗണ്ടറി ബന്ധിക്കണം. ബൗണ്ടറി ബന്ധിച്ച് നീ വർക്ക് ചെയ്തു. അല്ലാതെ നീ അവിടെ കയറി സുവിശേഷം പറയാനുള്ള കാര്യത്തിന് പോയാൽ നിന്റെ കുടുംബം തകരുന്ന പരിപാടിയെ ചെയ്യരുത് എന്ന് ഞാൻ ഒത്തിരി പേര് പറഞ്ഞു. അപ്പം പറഞ്ഞപ്പോൾ ആൾക്കാരെന്ന് ചോദിക്കുന്നത്, ഇപ്പം ഞാനിപ്പോൾ ഒരാളോട് പറഞ്ഞാൽ എന്ത് കാര്യം പറഞ്ഞ് ആരും ചെയ്യത്തില്ല, മീൻസ് തടസ്സം, സ്റ്റോപ്പ്, നോ ഡോണ്ട് ഡു ദാറ്റ് എന്ന് പറഞ്ഞാൽ അയാൾ ഇംഗ്ലണ്ടിൽ ആയിക്കോലും 10 ക്ലാസ് ആയിക്കോലും വിദ്യാഭ്യാസം ആയിക്കോലും, നമ്മൾ പാവങ്ങൾ, നമ്മളൊന്നും തിരിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. മനസ്സിലായി? കുഞ്ഞ് നീ ഇന്നതിന് പോകരുത്. ഒരു ചെറുപ്പം ഞാൻ വേടാ, നീ സുവിശേഷം ചെയ്യരുത്, നിനക്ക് പറഞ്ഞിട്ടുള്ള നല്ലത്. ഇവൻ്റെ അമ്മയ്ക്കും അപ്പനും ഭയങ്കര ഐശ്വര്യമായിപ്പോയി. ബൗസാറിന് എന്താ വേണം? ബൗസാറിന് എല്ലാ കുഴപ്പമൊന്നുമില്ല, നല്ല വിദ്യാഭ്യാസം, നല്ല ഇംഗ്ലീഷൊക്കെ അറിയാം, ഇംഗ്ലണ്ടിൽ പോയി വലിയ വലിയ പഠിത്തമൊക്കെ പഠിച്ചു. നമ്മൾ പാവങ്ങൾ, നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ യേശു രക്ഷിക്കുന്നൊക്കെ പറഞ്ഞാൽ മതി. കോൺസിക്വൻസ് ഞാനിപ്പം കാണുന്നുണ്ട്. ഇപ്പം ഞാനിപ്പം പറയുന്നില്ല. ഒരുപാട് പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെയ്യരുത്, നോ. കാര്യം അത് സാത്താൻ്റെ ബൗണ്ടറിയാണ്. അതിനകത്ത് കയറി ഓപ്പറേറ്റ് ചെയ്യാൻ നിനക്ക് പെർമിഷൻ ഇല്ല. വിത്തൗട്ട് പെർമിഷൻ നീ അവിടെ കയറിയാൽ അവൻ നല്ല കീറും. ദൈവത്തോട് നീ വിഷമിച്ച കാര്യം മനുഷ്യന്റെ പോഷത്തരം അവന്റെ വഴികളെ മറിച്ചു കളയും. അവന്റെ ഹൃദയം ഓവിയോട് നീരസപ്പെടും. നിങ്ങൾ ഭൂമിയിലൊക്കെ പോയി സകല ശുദ്ധിയോട് സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞു. ആ കർത്താവിൻ്റെ വാഗ്ദാനത്തിനനുസരിച്ച് ഞാൻ സുവിശേഷ വഴിക്ക് ഇറങ്ങിപ്പോയപ്പോൾ എനിക്കിത് വന്നല്ലോ. നിന്നോടല്ല പറഞ്ഞത്. ഗ്രേറ്റ് കമ്മീഷൻ കൊടുത്ത ആർക്കാന്നറിയാമോ? കൂടെ കൊണ്ട് നടന്ന് 3.5 വർഷം സകലതും പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് പെർഫെക്റ്റ് ആക്കിയോട് പറയാ, വെയിറ്റ്, ഉയർത്തുള്ള ശക്തി ലഭിക്കും, അതുവരെ യെരൂശലേമിൽ പാർത്തോണം. അല്ലേ? ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം പോക്കോളം പറഞ്ഞു. ഇത് ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത 10 തൊട്ട് അവൻ ഇതൊന്നും ബാധകമല്ല. അവന് പ്ലംബിങ്ങിന് പോകാൻ വയ്യ, ടാപ്പിങ്ങിന് പോകാൻ വയ്യ, കൈകൊണ്ട് മെയ്യ് അറിയാൻ വയ്യ. ഇതാകുമ്പോൾ നല്ല ഉടുപ്പും മുണ്ടുമൊക്കെ ഇട്ട് നല്ല ട്രൗസറൊക്കെ ഇട്ട് പ്രൈസറോട് പറയുമ്പോൾ ആൾക്കാർ വീട്ടിൽ കയറി ഇരുന്ന് നല്ല ചായ കൊടുക്കുകയും ഊണൊക്കെ കിട്ടും, ഇച്ചിരി പൈസ കിട്ടുമല്ലോ, കൈ നനയാതെ മീൻ പിടിക്കാമല്ലോ. എത്ര പേരാകുമ്പോൾ നശിച്ചു പോയത്? എത്ര പേരാ? കാര്യം ഇത്
നിന്നോട് പറഞ്ഞതല്ല എൻ്റെ പൊന്നുകുഞ്ഞെ. നീ ആ കാറ്റഗറിയിൽ വന്ന നിനക്ക് ചെയ്യാം. First, you be a complete disciple of Jesus. A complete disciple of Jesus. Disciple means one who is disciplined by Jesus. യേശു ക്രിസ്തുവിനെ ഡിസിപ്ലിൻ ചെയ്യണം. നീ ആ കാൽക്കൽ ഇരിക്കുന്നേ. എന്നിട്ട് അവിടെ നിന്ന് ശക്തി ഏറ്റെടുക്കുക. ശക്തി ഏറ്റെടുത്തിട്ട് നീ പോ, നടക്കും. പക്ഷെ ഇതൊന്നുമില്ല, നീ സാത്താനെ എതിർക്കാൻ പോയി കഴിഞ്ഞാൽ അവൻ നിനക്ക് മാത്രമല്ല അടി, നിന്റെ വീട്ടിലിരിക്കുന്നതിന് വീട്ടുകാർക്കുണ്ടല്ലോ, അവർക്കിട്ട് നല്ല കീറ് കിട്ടും. ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞതാ, സുവിശേഷ വേല ചെയ്യരുത്, നിന്റെ കുടുംബം തകർന്നു പോവും, നശിച്ച് നാറാണക്കല്ല് വെക്കും. നിന്നെ ദൈവം വിളിച്ചിട്ടില്ല, വിളിച്ചിട്ടുണ്ട് എങ്കിൽ ദൈവം നിന്നെ അതിനെ അധികാരപ്പെടുത്തുന്നവരെ. ഒന്ന് ശക്തിയും രണ്ട് അധികാരമാണ്. എങ്ങനെ മോമിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഒരു പ്രതിയെ പിടിച്ചു നിർത്താനുള്ള ഫിസിക്കൽ സ്ട്രെങ്ത് ഒരു പോലീസുകാരനുണ്ടെന്നിരിക്കട്ടെ, അത് ശക്തിയാണ്. അവനേക്കാൾ ശക്തിയുള്ള വേറെത്തനുണ്ടായിരിക്കും, അവന് വേണ്ടി പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. കാര്യം അവന് അധികാരമില്ല. പോലീസുകാരൻ്റെ യൂണിവേഴ്സിറ്റി അധികാരം കിട്ടി അല്ലേ? 60 മൈൽ സ്പീഡിൽ ഓടി വരുന്ന KSRTC ബസ്സിനെ ഇങ്ങനെ കാണിക്കുമ്പം അവിടെ നിർത്തുന്നത് എന്തുകൊണ്ടാ? അധികാരം കൊണ്ടാണ്. ഇവൻ ഒരു ഞൊണ്ടൻ പോലീസുകാരനായിരിക്കും, അവൻ്റെ ശക്തിയിലല്ല. ഇതുപോലെ ദൈവം നമ്മൾക്ക് ശക്തി തന്നിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാവട്ടോ. അതിനുശേഷം ദൈവം നമ്മളെ ചില ശുശ്രൂഷയ്ക്ക് വേണ്ടി അധികാരപ്പെടുത്തും. ശക്തി ലഭിച്ചെന്ന് പറഞ്ഞ കാര്യം മാത്രമല്ല, ചില ശുശ്രൂഷയ്ക്ക് വേണ്ടി അധികാരപ്പെടുത്തും. ഇതുപോലെ ഞാൻ പൗലോസിനെയും ശീലാസിനെയും ബർന്നബാസിനെയും വിളിച്ച ശുശ്രൂഷിക്കേണ്ട ഒരു വേർതിരിക്കാൻ പറഞ്ഞു. അപ്പോസ്തലന്മാർ വന്ന് ഇവരുടെ മേൽ തലയെ കൈവച്ച് ഇവരെ അധികാരപ്പെടുത്തി. കണ്ടോ? ഇവർ രണ്ടുപേരും നല്ല അപ്പോസ്തലന്മാരാണ്, നല്ല പ്രസംഗക്കാരാണ്, നല്ല ടീച്ചേഴ്സാ. പക്ഷെ സഭയെ അധികാരപ്പെടുത്തി പറഞ്ഞയച്ചു. ഡിഫറൻസ്. ഇത് ബൈബിൾ കോളേജും പഠിച്ചിട്ടില്ല, വേദപുസ്തകത്തിന്റെ ABC പഠിച്ചിട്ടും കാര്യമില്ല, അവിടെ ഒന്നും പഠിപ്പിക്കുന്നില്ല. പിന്നെ പരിശുദ്ധാത്മാ ശക്തി പ്രാപിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ എന്തെങ്കിലും വിളിച്ച് പറയുന്നുണ്ടായിരിക്കും. അത് ശരിയാ. നിന്നെ അധികാരപ്പെടുത്തിയോ? ഞാൻ ദൈവത്തിൽ നേരിട്ട്, അങ്ങനെ ദൈവം ആരും നേരിട്ട് ചെയ്യാറില്ല. നീ എങ്ങ് ഇറങ്ങും അല്ലേ? ചിലപ്പോൾ സാത്താൻ മിണ്ടത്തില്ല, വരട്ടെ 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 നമ്മുടെ അണ്ണാക്കിലോട്ട് വന്ന് കയറുന്നത് എനിക്കൊട്ടതാണ്. പുള്ളിയോട് ചില വഴിമരുന്ന് ഇട്ട് കൊടുക്കും. അതാ ഈ അന്യഭാഷ പറയാൻ ചില ശക്തിയും ചാടാൻ ഇച്ചിരി ബലവും ഇപ്പം തലയെ കൈവച്ച് പെണ്ണുങ്ങൾ മറിഞ്ഞ് വീഴുകയും ഒക്കെ ചെയ്യും. പുള്ളി കോൺഫിഡൻസ് ആയി. ഈ കോൺഫിഡൻസിന്റെ അതർ എൻഡിൽ ഇവൻ ചെന്ന് വീഴുന്ന സാത്താൻ്റെ വാരയ്ക്കകത്ത, രക്ഷപ്പെടത്തുമില്ല. അപ്പോൾ ഈ സാത്താനോട് എതിർത്ത് നിൽക്കുന്നുള്ളത് ഒന്ന്, വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിനുള്ള ലോകാധിപതികൾ, സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേന. ഈ 4 കൂട്ടരും 4 രീതിയിലാണ് ഈ പ്രപഞ്ചത്തെ പ്രവർത്തിക്കുന്നത്. 4 രീതിയിലാണ്. ഒരു ഡിമോണിക് അറ്റാക്ക് ഉള്ള ഒരാളിനെ കാണുമ്പോൾ ഫസ്റ്റ് തിങ്, നമുക്ക് സ്പിരിറ്റ് ഓഫ് ഡിസേൺമെന്റ് ഉണ്ടെങ്കിൽ ഇതിലേതാണ് ഇവനിൽ പ്രവർത്തിക്കുന്നത് അറിയാം. ചിലത് ഉപവാസത്താലും പ്രാർത്ഥനയില്ലാതെ ഈ ജാതി നീങ്ങി പോകത്തില്ല. നീ അവൻ്റെ തല കൈവെക്കാൻ പോരുത്. പോയിരുന്ന് പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. ഉപവാസത്തിന്റെ ശക്തിയിൽ നീ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഇവൻ ഇവിടെ പകരം തുടങ്ങും. നീ അവിടെ കാലെടുക്കുന്ന ഇവൻ ചാടിക്കളയും. മനസ്സിലായി? അപ്പം ഒരുപാട് കാറ്റഗറി ഉണ്ട്. ഈ 4 കാറ്റഗറിയിൽ ആരാണ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള മനസ്സിലാക്കിയിട്ട് കയറി എതിർക്കാൻ പോകാവും. ഇല്ല, നീ തകർന്ന് തരിപ്പണമാകും. ഇതൊന്നും അറിയാൻ വയ്യാത്തതുകൊണ്ട് ഈ കുട്ടികൾ കുരങ്ങന്മാർ കയറി ചൂട് ചോറ് വാരും. അവൻ്റെ കൈയും പൊള്ളിയിട്ട് അവനെ ഇതിലെ സാത്താൻ അപവാദം പറയുവാൻ ദൈവസന്നിധിയിൽ പോകുമല്ലോ എന്നുള്ളത് നമ്മുടെ പല സെഷനിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപവാദം
പറയുവാൻ പോകുന്ന സാത്താന്റെ വിഷയത്തെ പറ്റി? അതും ഈ ചോദ്യത്തിലുണ്ട്. അപ്പം സാത്താൻ അപവാദം സാത്താൻ എന്ന് പറഞ്ഞാൽ പുള്ളപ്പണി അപവാദം പറയുന്നുള്ളതാണ്. പറയുന്നത്. അതെ. അല്ലേ? ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന ഞാൻ പഠിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ എന്താ ഇടപാടാ? എനിക്ക് തന്നെ ഒരു ശമ്പളം തരുന്നേ അല്ലേ? നമ്മളെന്തിനാ കോളേജിൽ പോയത്? അതിലൊക്കെ ഇറങ്ങി കണ്ടിട്ട് പോരാനാണ്. അതെ, അതെ. സാത്താന്റെ പണി അപവാദം പറയുക. അപവാദം പറയുന്നത്. അതിന് നമ്മൾ ദൈവത്തിന് ന്യായീകരണം കൊടുക്കണ്ട. എന്തുകൊണ്ട്? സാത്താൻ പറയുന്നൊന്നും ദൈവം കേൾക്കത്തില്ല. ദൈവം പറയും he is under the blood. കുഞ്ഞാടിന് ചോരയ്ക്ക് അടിയില്ല. ഇതിന്റെ പണി നോക്കാൻ പറയും. അപ്പോൾ അതിന് നമ്മൾ ഒരു ദൈവത്തോട് ന്യായീകരണം പറയാൻ പോകേണ്ട ആവശ്യമില്ല. ചില സമയത്ത് ലിമിറ്റാണ്. സാത്താൻ എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ദൈവം പറയടാ, അത്രയല്ല പറഞ്ഞല്ലോ, നിന്റെ യഥാർത്ഥ സ്വഭാവം ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. എടാ, നിന്റെ കയ്യിൽ എല്ലാം പറഞ്ഞില്ലല്ലോ, നീ സമാധാനിക്ക്. അല്ലേ? ഓക്കെ, താങ്ക് യു. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്. നിയോഗമില്ലാത്ത ഒരു ശുശ്രൂഷ നമ്മള് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇതിന് വ്യക്തം, അല്ലേ സർ? ദൈവം നിയോഗിച്ചില്ലാത്ത ഒരു ശുശ്രൂഷ നമ്മൾ തന്നെ ശുശ്രൂഷകരാണ്, നമുക്ക് എന്താ ഉറപ്പ്? 2, സുവിശേഷം ഞങ്ങളെ പരമേൽപ്പിക്കാൻ ഞങ്ങൾ ദൈവത്തിന് ഞങ്ങളെ തന്നെ കൊള്ളാവുന്നവരായി തെളിയിച്ചു. We proved ourselves to God. ആരോട്? അഗ്നിജ്വാലകളുടെ കണ്ണുള്ള ആളിനോട്. സകലതും ആ കണ്ണിന് മുമ്പിൽ നഗ്നവും മലർന്നുമായി കിടക്കുക. അവിടെ നീ നിന്റെ യോഗ്യത തെളിയിച്ചെന്ന് തെളിയിച്ചു. ആ സുവിശേഷം നിന്നെ പരമേൽപ്പിച്ചത്, അല്ലേ? ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്ന് തന്നെയാണ്. അഭിഷേകത്തിൽ വ്യത്യാസമുണ്ട്, കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്ന് തന്നെയാണ്. എനിക്കില്ലാത്ത കൃപാവരം ഞാൻ കയറി എടുക്കാൻ പോയാൽ അതിനേക്കാൾ പ്രശ്നമാകും. താങ്ക് യു വെരി മച്ച്. ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നു. പിന്നല്ല, റെവലേഷൻസ്, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 8-ാം വാക്യത്തിൽ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേർ എഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. ഈ വാക്യത്തിൽ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ടു എന്ന് കാണാം. ഇതിന്റെ ഒരു വിശദീകരണം എന്താണ്? എന്തെന്നാൽ ക്രിസ്തു അറുക്കപ്പെട്ടിട്ട് 2000 വർഷമല്ലേ ആയിട്ടുള്ളൂ? ഇതാണ് പ്രേക്ഷകന്റെ ചോദ്യം. ആ പ്രേക്ഷകൻ വളരെ ന്യായമായ ചോദ്യം ചോദിച്ച ആളും അദ്ദേഹം തിരുവെഴുത്തുകൾ ശ്രദ്ധിച്ച് വായിക്കുന്ന ആളാണെന്ന് മനസ്സിലായി. ആദ്യം അദ്ദേഹത്തിന് ബിഗ് സല്യൂട്ട്. അങ്ങനെയുള്ള ആളുകളാണ് നമുക്ക് ഈ ലോകത്തിന് വേണ്ടിയത്. തിരുവെഴുത്തുകൾ ശ്രദ്ധിച്ച് വായിച്ച് അത് പൊരുൾ തിരിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ. മനസ്സിലായില്ലെന്ന് കാണുമ്പം നമ്മളെ പോലുള്ള ആളുകൾക്ക് ക്വസ്റ്റ്യൻസ് അയച്ചു തരണം. നമ്മൾ എൻ്റെ എല്ലാ ബലവും സമയം ഉപയോഗിച്ച് അവർക്ക് മറുപടി പറയുന്ന കൊടുക്കാൻ എനിക്ക് സന്തോഷമുള്ളൂ. ഈ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം 2000 വർഷം നടന്നതാണ്. പക്ഷെങ്കിൽ അതിനൊരു പ്രീ ഇൻസിഡന്റ് ഇഫക്റ്റ് ഉണ്ട്, അതിനൊരു ഇൻസിഡൻഷ്യൽ ഇഫക്റ്റ് ഉണ്ട്, ഒരു പോസ്റ്റ് ഇൻസിഡൻഷ്യൽ ഇഫക്റ്റ് ഉണ്ട്. ആ ഇൻസിഡന്റ് നടക്കുമ്പോൾ അതിനൊരു പവറുണ്ട്. ആ ക്രൂശീകരണം നടക്കുമ്പോൾ ദേവാലയത്തെ തിരശ്ശീല 2 കയറിപ്പോയി, കല്ലറുകൾ പിളർന്നു, തുറന്നു, പാറകൾ പിളർന്നു, ഭൂകമ്പം ഉണ്ടായി, മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് നീ എന്നോട് പറഞ്ഞിരിക്കുന്ന ഒരുത്തനെ കൊണ്ടാ പോയത്. ഇൻസിഡന്റിന്റെ ഇഫക്റ്റ് അറ്റ് ദ ടൈം. ആ ഇൻസിഡന്റിന്റെ പോസ്റ്റ് ഇഫക്റ്റാണ് നമ്മൾ വ്യാപരിക്കുന്ന ദൈവശക്തി. ആ ശക്തിയാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. ഇനി ഇതിന് ഒരു പ്രീ ഇഫക്റ്റ് ഉണ്ട്. ഇത് പലപ്പോഴും മറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. മറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം ആളുകളെ കുറ്റം പറഞ്ഞ എന്നെ പോലുള്ള ആളെ കുറ്റം പറഞ്ഞാൽ മതി. ഇതിനെപ്പറ്റി അറിയാവുന്ന ഞങ്ങൾ ഇതൊക്കെ ധാരാളമായിട്ട് പ്രസംഗിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ എൻ്റെ ഏതെങ്കിലും പ്രസംഗത്തിൽ ഈ വിഷയം പ്രസംഗിച്ചിട്ടുള്ളതായിട്ട് എനിക്കറിയത്തില്ല. അതുകൊണ്ട് അതിന് ആൾക്കാർക്ക് ആ
പറഞ്ഞിരിക്കുന്നത്. ഉം. ലോകത്തിലെ ആദ്യത്തെ പാപം കൽപ്പന ലംഘനമാണെങ്കിൽ ഉം. അവിടെ നഗ്നരായി നിൽക്കുക മനുഷ്യൻ. ഉം. അവനെ ഉടുപ്പിക്കുന്നതിന് വേണ്ടി ഒരു മൃഗത്തിൻ്റെ തോലെടുക്കുമ്പം മൃഗത്തെ പിടിച്ച് ഊരിച്ച് തോലെടുത്തിട്ട് അങ്ങ് തോൽ ഇല്ലാതെ അതിനെ വിടുകയല്ല, ഉം. ഒരു മൃഗത്തെ യാഗം കഴിക്കുക. ഉം. ലോകസ്ഥാപനത്തിങ്കൽ ഒരു മൃഗം അറുക്കപ്പെട്ടു. ഇത് നീ ചെയ്ത തെറ്റിനെ മറയ്ക്കുന്നതിനാണ് ഈ മൃഗം അറുക്കപ്പെട്ടത്. അല്ലേ? ഉം. അറ്റോൺമെന്റ്. ഉം. നമ്മൾ അതിനെപ്പറ്റി എക്സ്പ്ലനേഷൻ വരുന്നുണ്ട് ലേറ്റർ കേട്ടോ. ഓക്കെ അത് ഓക്കെ നമ്മൾ പാർവിഷൻ വരുമ്പോഴാണ് അറ്റോൺമെന്റിനെ പറ്റി നമ്മൾ ഫർദർ എക്സ്പ്ലനേഷൻ വരുന്നത്. അറ്റോൺമെന്റ് ഫോർ സിൻ. അറ്റോൺമെന്റ് അത് വെരി വെരി ഡീപ്പ് സബ്ജക്റ്റ് ആണ്. വെരി വെരി ഡീപ്പ്. മറയ്ക്കപ്പെടുക. ഉം. ആദാമിന്റെ ഹവ്വയുടെയും പാപത്തിന്റെ ആ ഷെയിം മറയ്ക്കപ്പെട്ടു. ഉം. പക്ഷെ അതിനൊരു മൃഗം യാഗമാകേണ്ടി വന്നു. ഉം. ആ മൃഗം ഇങ്ങനെ കോടാനുകോടി ആളുകളുടെ പാപം മറയ്ക്കുന്നതിനുള്ള ഒരു പരമയാഗത്തിന്റെ നിഴലായിരുന്നു. ഉം. അങ്ങനെയാണെങ്കിൽ ലോകസ്ഥാപനത്തിൽ അറുക്കപ്പെട്ട ആ ആ ആ ആട്, ആ മൃഗം ഉം. ദേവകുഞ്ഞാടിന്റെ നിഴലാണ്. ഉം. അന്ന് മുതൽ ലോകത്തിൽ അറുക്കപ്പെട്ട കോടാനുകൂടി മൃഗങ്ങളെല്ലാം ആരായിരുന്നു? അതിൻ്റെ ഷാഡോയിൽ, അതിൻ്റെ സിംബോളിക്കൽ യേശുക്രിസ്തു ആയിരുന്നു. പാപമില്ലാത്ത ദൈവകുഞ്ഞാടാണ്. ദൈവകുഞ്ഞാട്. ഊനമില്ലാത്ത ആടുകളും മൃഗങ്ങളും അറുക്കപ്പെടുന്നു. ദൈവകുഞ്ഞാടിനെ പോലെ ഊനമില്ലാത്ത, പാപമില്ലാത്ത, തെറ്റില്ലാത്ത മൃഗങ്ങൾ അറുക്കപ്പെടുന്നു. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെടുക. ഈ ഓരോ ആടിൻ്റെയും ചോരയുമായിട്ട് ഒരാൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ ഇനി വരാനിരിക്കുന്ന ദൈവകുഞ്ഞാടിൻ്റെ യാഗം എനിക്ക് എന്നേക്കുമായി നീതീകരണം തരുമെന്ന വിശ്വാസത്തിലായി ചോരയുമായിട്ട് വരുന്നത്. അല്ലേ? അപ്പോൾ ഓരോ യാഗത്തിനും അടുത്ത വർഷം കർത്താവ് യാഗമായി തീർന്നാൽ എനിക്കിനി ആടിനെയും കൊണ്ട് വരണ്ടല്ലോ. അല്ലേ? നിഴലുമായിട്ട് ഇങ്ങനെ വരിക. ഓവർ 4000 years. 4000 years കഴിഞ്ഞപ്പോൾ പൊരുൾ വന്നു, യാഗമായി. ആ രക്തത്തിൻ്റെ ശക്തിക്ക് ഒന്ന് 4000 years പുറകിൽ പോയി യാഗം കഴിച്ച മുഴുവൻ പേരെയും നീതീകരിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ഈ ന്യായവിധിക്ക് വേണ്ടി വരുന്ന ദൈവത്തെ പറ്റി 50-ാം സങ്കീർത്തനത്തിൽ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുകയും. അല്ലേ? ഏത് ഇഫക്റ്റ്? ഒരു വരാനിരിക്കുന്ന കുഞ്ഞാടിൻ്റെ യാഗത്തെ നോക്കി നീതീകരിക്കപ്പെടും. നമ്മളോ 2000 വർഷം പുറകിലോട്ട് പോകുന്നു നോക്കി. നമ്മൾ ഓരോ ഞായറാഴ്ച നമ്മൾ വിശുദ്ധ തിരുവത്താഴ്ച ശുശ്രൂഷ എടുക്കുമ്പോൾ ആരെ നോക്കുന്നത്? 2000 years പുറകിലേക്ക് കാല് പറയുന്നത്. അവരോ years ahead of them, വരാനിരിക്കുന്ന ക്രിസ്തുവിന്റെ യാഗത്തെ നോക്കി. രണ്ടുപേരും ഒരേ കാര്യമാണ് ചെയ്യുന്നത്. ഒന്ന് വരാനിരിക്കുന്നതിനെ നോക്കി പാർത്തു, മറ്റൊന്നോ ഓൾറെഡി സംഭവിച്ചതിനെ നോക്കി നീതീകരിക്കപ്പെടുന്നു. അതാണ് ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടെന്ന് പറയുന്നത്. അപ്പൊ വാസ്തവത്തിൽ കുഞ്ഞാട് സ്വർഗത്തിൽ മാറി നിന്നു. ഓരോ ആടിനെ അറക്കുമ്പോൾ ദൈവകുഞ്ഞാട് മുകളിൽ നിന്ന് കാണുക. ഇതുപോലെ ഒരു ദിവസം കൊല്ലുവാൻ കൊണ്ടുവന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്ന ആടിനെ പോലെ ജെറുസലേമിന്റെ തെരുവിലൂടെ കഴുത്തെ കയറിട്ട് കെട്ടിക്കൊണ്ട് കോടതികൾ ഒന്നിൽ എന്നെ വലിച്ചുകൊണ്ട് കൊണ്ടുപോകും. അത് കഴിഞ്ഞ് മരക്കുരിശുമായിട്ട് ഗോൽഗാത്തയോട് ഞാൻ നടന്നു പോകേണ്ടി വരുമെന്ന് 4000 years സ്വർഗത്തിൽ ഒരാൾ ഇത് കണ്ട് തകരുക.
അല്ലേ? ഉം. ഞാൻ ഹാർട്ട് ബ്രേക്കിംഗ് ഒരു സംഭവം കണ്ടു. ഉം. അതിനുശേഷം കുറേ നാൾ എനിക്ക് ബീഫ് കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഉം. ഞങ്ങളുടെ അയലോക്കത്തെ വീട്ടിൽ 2 കല്യാണം ഒരു ദിവസം, 2 മക്കളുടെ കല്യാണം. ഉം. ഒരുപാട് ഗസ്റ്റ് വരുമ്പോൾ അവർക്ക് ഇറച്ചി തികയത്തില്ല. ഉം. അവർ 2 ഈ പശു പശുക്കളെ മേടിച്ചു. ഉം. ഇത്തിരി ഒരു പറമ്പുണ്ടല്ലോ, ഇവരുടെ അതിര് ഞങ്ങളുടെ അതിരിനോട് ചേർന്ന് അവിടെ കൊണ്ട് കെട്ടിയിട്ടു. എന്നിട്ട് ഈ ബുച്ചറെ കൊണ്ടുവന്നിട്ട് ഈ ബുച്ചർ അതിൽ 1ാമത്തെ പശുവിനെ അങ്ങോട്ട് മാറ്റിയിട്ട് കണ്ടിച്ചു. അയ്യോ, 2ാമത്തെ പശു രംഗം കാണുക. അതിൻ്റെ നിപ്പ് കണ്ടിട്ട് ഫോർ എ ലോങ് ടൈം എനിക്ക് ബീഫ് കഴിക്കാൻ പറ്റത്തില്ല. കാര്യം കാണുക, തനിക്ക് സംഭവിക്കാൻ പോകുന്നത് ഇതാണല്ലോ എന്ന്, അല്ലേ? ഓർ 4000 years സ്വർഗത്തിലൊരുത്ത് നിന്ന് തകരുക, ഇഞ്ച് ബൈ ഇഞ്ചായിട്ട് തകരുക. ഈ ഓരോ യാഗവും കാണുമ്പോൾ, അല്ലേ? ഒരു ദിവസം ഇതാണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നത് അറിഞ്ഞുകൊണ്ട്. അതാണ് ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞത്. സോ സിഗ്നിഫിക്കൻറ്റ്, സോ പ്രൊഫൗണ്ട്. ചോദ്യകർത്താവിന് ഉത്തരം മനസ്സിലായി കാണുന്ന ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിരുന്നു. ലേവ്യ പുസ്തകത്തിൽ ഈ യാഗങ്ങളുടെ പ്രമാണങ്ങൾ പറയുമ്പോഴെല്ലാം ഊനമില്ലാത്തതായിരിക്കണമെന്ന് സ്പെസിഫൈ ചെയ്യുന്നതും ഇതിന്റെ ദൈവപുത്രനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അതെ 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 അതെ. ഓക്കെ, ഈ സെഷൻ പ്രേക്ഷകർക്ക് പ്രയോജനമായി എന്ന് ഞങ്ങൾ കരുതുന്നു. തുടർന്ന് നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അറിയിക്കാവുന്നതാണ്. May God bless you all. Thank you once again.